ഇന്ന് സംഭവിച്ചത് തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതി ഡോക്ടർ റുവൈസിന്റെ PG പഠനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. റുവൈസിനെതിരായ അച്ചടക്ക നടപടി തുടരാമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. പഠനം തുടരാമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ അപ്പീലിലാണ് നടപടി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത്, എന്താണ് വിശദാംശങ്ങൾ? ഈ ഡോക്ടർ റുവൈസിന്റെ PG പഠനം സിംഗിൾ ബെഞ്ച് പഠനം തുടരുന്നതിനുള്ള അനുമതി നൽകിയിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച അപ്പീലിലാണ്, അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് സമർപ്പിച്ചത്. ആ അപ്പീലിലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. അതായത് റുവൈസിന്റെ PG പഠനം ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരിക്കുന്നു. PG പഠനത്തിന് പുനഃപ്രവേശനം നൽകണമെന്ന ഉത്തരവാണ് തടഞ്ഞത്. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതി കൂടിയാണ് ഇയാൾ. റുവൈസിനെതിരായ അച്ചടക്ക നടപടി തുടരാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്.